കുറഞ്ഞ വിലയിൽ ഒരു പെട്ടി നിറയെ നമ്മളെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ പെട്ടി നിറയെ സാധനങ്ങളിൽ നിന്ന് ഓരോന്ന് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതും ഒരുപാട് നിങ്ങളെ കിച്ചണിലേക്ക് ആഗ്രഹിച്ചിരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ, അതും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണ്, മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തിപ്പെടും. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇല്ലാത്ത സാധനങ്ങൾ ഇതിലുണ്ടാവും. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതിയാവും. അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ, വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. കടയിലൊന്നും പോയാൽ നമുക്ക് ഈ ഒരു വിലക്കൊന്നും ഇത്രയും നല്ല സാധനങ്ങൾ കിട്ടൂല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നൈഫ് ഷാർപ്പനർ. ഈ ഷാർപ്പനർ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കത്തി മൂർച്ച കൂട്ടുക എന്ന് മാത്രമല്ല, ഇതിനിപ്പോൾ ഒരു 4 സ്ലോട്ടുകളുണ്ട്. ഈ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള 4 സ്ലോട്ടുകളാണുള്ളത്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റിലുള്ളത് നമുക്ക് കത്തി, ഞാനിപ്പോൾ ആ സ്റ്റീൽ കത്തി കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ആ തുഞ്ചഭാഗം കുറച്ച് ഇങ്ങനെ മടങ്ങിയൊക്കെ നിൽക്കണം, അങ്ങനത്തെ മൂർച്ചാക്കാനാണ്. പിന്നെ രണ്ടാമത്തത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ കത്തി അതുപോലെ ഉള്ള കത്തി ഇങ്ങനെ മൂർച്ചാക്കാനുള്ളതാണ്. അത് കണ്ടില്ല, പെട്ടെന്ന് മൂർച്ചയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂന്നാമത്തത് നമ്മൾ മൂർച്ചാക്കിയതിന് ശേഷം ഒന്നും കൂടി നല്ല ലെവൽ ആക്കി എടുക്കാനുള്ളതാണ്. നാലാമത്തെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, നാലാമത്തെ ആ സ്ലോട്ട്സിൻ്റെ അവിടെ ഒരു കത്രികൻ്റെ ചിഹ്നം ഉണ്ടാവും. അപ്പം നമ്മൾ കത്രികകളൊക്കെ മൂർച്ച കൂട്ടാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ അറിയോ, നമുക്ക് എന്ത് തിരക്ക് പിടിച്ച സമയത്താണെങ്കിലും ഇതിലൊന്നും ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ നമ്മൾ കല്ലുമ്മലൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അണക്കണ പോലെ അണക്കരുത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ഒരേ ലെവലിൽ അണച്ചു കൊടുക്കണം കേട്ടോ. അത് നല്ലൊരു ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ എന്തായാലും വാങ്ങിക്കോളി. എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. കത്തിക്ക് നല്ല മൂർച്ചയാവും. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിട്ടാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കണ്ടേ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ കുളിക്കണ സമയത്ത് നമ്മൾ ശരീരമൊക്കെ ഉരച്ച് തേച്ചേക്കണ സമയത്ത് നമ്മൾ പുറം തേച്ചേക്കി തരാൻ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം എന്താ ചെയ്യുക, ഈ ഒരു സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ വില ഉള്ളൂ കേട്ടോ. കുറഞ്ഞ വില വെച്ചാൽ കുറഞ്ഞ വില. ഇതിൽ നമ്മൾ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നല്ലോണം നമ്മളെ പുറമൊക്കെ ഉരക്കാനും നമുക്ക് എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉരക്കാനൊക്കെ പറ്റും ചെയ്യും. കഴുകിയിട്ട് നമുക്ക് ആ ഒരു ബാത്റൂമിൽ തന്നെ ഹാങ്കർ ചെയ്യാനുള്ള ഒരു ഹോൾസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു സാധനം. ഇത് നമുക്ക് അധിക വീട്ടിലും ആവശ്യമുള്ളതാണ്. കാരണം നമ്മൾ കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുത്തയക്കുമ്പോഴൊക്കെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഊറി ഒരു കൊഴുപ്പ് പോലൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് കഴുകാൻ കഴിയൂല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലൊരു ബ്രഷ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആണ്. കുറഞ്ഞ വിലയുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം വീട്ടിലെത്തി കിട്ടും. അതാണ്. അതുപോലെ തന്നെ ഞാൻ ആ കെറ്റിലൊക്കെ ഉണ്ടല്ലോ, കെറ്റിലൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ അധികം ആളുകളെ വീട്ടിലുണ്ടാവും, പക്ഷെ എൻ്റെ കയ്യിൽ ഇതില്ലേന് കേട്ടോ. അപ്പോൾ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഓരോ കുപ്പിയിലായിട്ട് നമ്മൾ ഷോക്കേസിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഓരോന്നെടുത്ത് അതുപോലെ തന്നെ അങ്ങോട്ട് തന്നെ കയറ്റി വെക്കണം. അപ്പം ഇങ്ങനെ ഞാൻ വിചാരിക്കും, ഇതിപ്പോൾ കടയിലൊക്കെ പോയാൽ നല്ല വിലയാണ്. അപ്പോൾ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഇങ്ങനെ കാത്തുനിന്നേനി. അപ്പോഴാണ് ഞാൻ പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾ എല്ലാ പൊടികളും ഇട്ട് വെച്ചിട്ട് ഓരോ പൊടികൾ കഴിയണ സമയത്ത് നമുക്ക് ഇതിന്ന് ഓരോന്നെടുത്ത് കഴുകി തുടച്ച് അവിടെ തന്നെ വെക്കാം. നമ്മൾ കുപ്പിയിൽ പോലല്ല, കുറച്ച് കുറച്ച് ഇടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് കഴുകാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടും. ഇതെല്ലാം ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് വാങ്ങിയാൽ എന്താ പറയുക, നമുക്ക് ഓരോന്നും എടുക്കണ്ട, ഒരൊറ്റ തുറക്കൽ തന്നെ നമുക്ക് ഒരു കറിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ ജോലി എളുപ്പമാവുന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് വീഡിയോയിലും കാണലുണ്ട്. പിന്നെ ചിലർ വീട്ടിലൊക്കെ ചെന്നാൽ കാണലുണ്ട് കേട്ടോ. നല്ലൊരു ഇതാണ്. കാരണം ഈ പാത്രം കഴുകണ സ്ഥലവും പാത്രം കഴുകാനുള്ള അതൊക്കെ നല്ല വൃത്തിയിൽ നല്ല ഫിനിഷായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ, അപ്പം ഞാനിങ്ങനെ ഇത് തിരഞ്ഞ് നടന്നു കേട്ടോ, അതിപ്പോൾ എങ്ങനെ കിട്ടുക. അപ്പോൾ ഞാൻ പാത്രം കഴുകൽ ഇതുപോലെ നമ്മൾ ആ ഒരു ഇങ്ങനെയുള്ള പാത്രത്തിൽ വെച്ച് കണ്ടാണ്. പാത്രത്തിലാണ് നമ്മളെ പാത്രം കഴുകണ ലിക്വിഡൊക്കെ ഒഴിക്കലും പിന്നെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയാൽ എന്തൊക്കെയോ അവിടേക്ക് ഇവിടേക്ക് ഇറ്റി നമുക്ക് വിചാരിച്ച ആ ഒരു സുഖമൊന്നും കിട്ടില്ല.
അപ്പൊ ഞാനിതാ കുറഞ്ഞ വില ഉള്ളൂന്ന് കേട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതപ്പെട്ടത്. കുറഞ്ഞ വിലയും അതുമല്ല, നമുക്കൊരു നല്ലൊരു വൃത്തി, നമ്മളെ അടുക്കള നമ്മളെല്ലാം ഒതുക്കി വെക്കുമ്പോൾ ഈ പാത്രം കഴുകിയ ഇതുണ്ടല്ലോ അവിടെ ഇവിടെ ഇറ്റ് അത് നല്ലൊരു ഫിനിഷ് ആയിട്ട് അതും അതുപോലൊരു വൃത്തിയായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ അപ്പോഴാണ് എനിക്കിത് കിട്ടണത് കേട്ടോ. ഇതില് നമുക്ക് എന്താ ചെയ്യാ, ഇത് നമുക്ക് കുറച്ച് ഫെയർ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എന്താ ഏത് കൊണ്ടാണ് നമ്മൾ പാത്രം കഴുകണ ആ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം വേണേൽ അതും കൂട്ടിയിട്ട് ഒഴിച്ചിട്ട് മൂടിയിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ളത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിന് ആവശ്യത്തിന് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ദാ ഈ ഒരു ഇതും കിട്ടുന്നുണ്ട് ട്ടോ നമുക്ക് പാത്രം കഴുകാനൊക്കെ വേണ്ടിയിട്ടുള്ള. ആ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പിയല്ലേ പിന്നെ ഉപയോഗിക്കുക. ഒരു പക്ഷെ നമ്മൾ ശീല, പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള സ്പോഞ്ച്, പിന്നെ അല്ലെങ്കിൽ ഇത് കമ്പി. അപ്പോൾ ഈ കമ്പി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ പാത്രത്തിൽ അവിടെ ഇവിടെ ഒക്കെ കുടുങ്ങി നമ്മൾ അതിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കമ്പി കഷ്ണമൊക്കെ പെടാൻ സാധ്യത ഉണ്ട്. അപ്പം നമുക്കത് വയറ്റിൽ ചെന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഫംഗസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും ഈ ഒരു ഈ ഒരു കമ്പി കൊണ്ടാട്ടോ ഞാൻ പറയാം. നമ്മൾ കുറച്ച് ദിവസം കമ്പി വരച്ചാൽ തന്നെ ഈ കമ്പിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരും. എന്നിട്ട് ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ പാത്രത്തിന്റെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഈ ഒരു കമ്പി നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം കുറഞ്ഞ വിലക്ക്, ഈ ഒരു കമ്പി വാങ്ങുന്ന വില പോലും ഇല്ല, ഇതുപോലുള്ള ഷീറ്റുകൾ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടും ട്ടോ. നമുക്ക് ചോദിച്ചാൽ മതി, ഈ ഒരു നമ്പറിൽ ചോദിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ വിലയേ ഉള്ളൂ. നമ്മളിത് കഴുകി കഴിഞ്ഞാൽ നമുക്ക് കമ്പിന്റെ ആവശ്യം മാത്രമല്ല, ഏത് പാത്രം ഇതുകൊണ്ട് കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് ഇതാ ഇതിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, ഇത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ നല്ല ഉണങ്ങിയിട്ട് ഇതുപോലെ ഈ ഒരു ഫിനിഷിൽ നമുക്ക് എന്നും കിട്ടുകയും ചെയ്യും. നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. കമ്പി ഇനി ഒഴിവാക്കുകയും ചെയ്യുക. കമ്പിന്റെ എല്ലാ ആവശ്യങ്ങളും, നമ്മളിപ്പോൾ കമ്പി എടുക്കണത് അടിയിൽ പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി കിട്ടാനേ, പിന്നെ അതുപോലെ തന്നെ കുക്കറിന്റെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉള്ളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനൊക്കെ നമ്മൾ കമ്പി എടുക്കണത്. അപ്പൊ ഈ ഒരു കമ്പിക്ക് പകരം ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മളെ വയറ്റിലേക്ക് ഒരിക്കലും ആ കമ്പിന്റെ ഭാഗങ്ങളൊന്നും പോകൂല്ല. പിന്നെ ആണെങ്കിൽ നല്ലൊരു വൃത്തിയാണ്. നമ്മളിത് കഴുകി കഴിഞ്ഞിട്ട് എവിടെയും കൊളുത്തിട്ട് അതുപോലെ തന്നെ ഉണ്ടാവും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളം ഉണ്ടാവൂലേ. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ ശീല ഇതാക്കിയാണ് നനച്ച് പിഴിഞ്ഞ് തോത്തുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഉണ്ടാക്കണം. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ 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 വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അറിയോ, അവിടെ നല്ലോണം ഉണങ്ങി കിട്ടും. നമ്മൾ ഇതിപ്പോ ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടോ, പക്ഷെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് ഇത്ര ഒരു സുഖം കിട്ടിയിട്ടില്ല. കാരണം അത് എങ്ങനായാലും ആ ഒരു നടുങ്ങട്ട് പൊന്തി എന്തൊക്കെയാ ആവുക. അപ്പൊ നമ്മൾ വിചാരിക്കണ പോലെ ആ വെള്ളം നല്ല പോലെ അങ്ങോട്ട് കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തിയായിട്ട് കാണുന്നില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ടവല്, കിച്ചൺ ടവല് ഭയങ്കര അത്യാവശ്യമാണ്. ഇതിപ്പോ കിച്ചണിൽ മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പറ്റും. ഇനിയിപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മളെ മുണ്ടുകൊണ്ടൊക്കെ തോർത്തുന്നതിനേക്കാളും നമ്മളെ മുടി പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഇതൊന്ന് ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങാനും, അതുപോലെ തന്നെ നമ്മൾക്ക് കിച്ചണിൽ ഒരുപാട് ഇതാണ് കേട്ടോ. വേഗം എവിടെ തുടച്ചാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ലൊരു ടവലാണ്. അതുപോലെ തന്നെ എന്തൊരു മാജിക് ടവലാണ് ഈ ഒരു ടവല്. അത് കാണുമ്പോൾ എന്തോ ഒരു ഉറപ്പ് പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇത് നനഞ്ഞു കഴിഞ്ഞാല് ഇത് നനഞ്ഞാല് നല്ലൊരു നമ്മള് ഗ്ലാസ്, നമ്മളെ ഇതുണ്ടല്ലോ എന്താണ്, കണ്ണാടിയൊക്കെ കണ്ണടപ്പെട്ടിയിലുണ്ടാവില്ലേ ചെറിയൊരു കഷ്ണം, ഒരു തുണി കഷ്ണം, അത് അതുപോലെ അതിനേക്കാൾ ഒന്നും കൂടി കട്ടിയും നല്ല ഒരു സോഫ്റ്റ് ആയിട്ട്, എങ്ങനെ ഇപ്പൊ പറയാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ ഇത് നനഞ്ഞു കഴിഞ്ഞാല്. എന്നിട്ട് നമ്മളെ ഗ്ലാസ്സുകള്, വണ്ടിന്റെ ഗ്ലാസ്, അതുപോലെ തന്നെ നമ്മളെ കിച്ചണിൽ ഉണ്ടാവില്ല ഒരുപാട് ഗ്ലാസ്സുകൾ, പിന്നെ ടേബിളിന്റെ ഗ്ലാസ്, പറക്കോളിന്റെ ഗ്ലാസ്, അങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ തുടക്കാനും ഗ്യാസ് സ്റ്റവ് തുടക്കാനും, നമ്മളതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മള് സാധാരണ ശീലം കൊണ്ട് തുടച്ചാൽ എന്തായാലും അവിടെ ഇങ്ങനെ ഒരു വടു ഇങ്ങനെ വീണ പോലെ ഒരു വരകൾ ഇങ്ങനെ ഉണ്ടാവും. നമ്മളത് എത്ര കഴുകിയാലും ആ ഒരു വര ഉണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് തുടച്ചാലും ഉണ്ടാവും ആ ഒരു വര. നമ്മൾ ആദ്യത്തെ ആ ഒരു ഗ്ലേസിങ് കിട്ടൂല. അപ്പൊ നമ്മൾ പിന്നെ പേപ്പർ, ഞാനങ്ങനെയാണ് കേട്ടോ, ഞാനങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ കൊണ്ടൊക്കെ തുടച്ച് വെക്കും, അത് ആ ഒരു വര പോയി കിട്ടാൻ. പക്ഷെ ഇത് ഞാനൊന്ന് നനച്ച് അത് കണ്ടില്ല, ഇതൊന്ന് വെള്ളത്തിൽ മുക്കിയപ്പോൾ നല്ല കുഴഞ്ഞൊരു ഒരു ഒരു എന്താ ഒരു റബ്ബർ പോലെ, ഒരു റബ്ബർ മേലൊക്കെ നമ്മൾ തൊടുന്ന പോലെ നല്ലൊരു ക്ലോത്ത് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സിൽ നനഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ തോർത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വരവീഴലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇതിന് മാജിക് ടവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ
എന്താണ് നമ്മളെ ഫസ്റ്റിൽ കാണുന്ന അതേ ഒരു വെറുങ്ങലിച്ച് നിൽക്കും, ഉണങ്ങി വെറുങ്ങലിച്ച് ഇങ്ങനെ നിൽക്കും. പിന്നെ നനയുമ്പോഴാണ് ഇതിങ്ങനെ ആവണത്. ഇത് നമുക്ക് നമ്മളെ മുഖത്തുള്ള മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ തുടച്ച് കളയാനും അങ്ങനെ ഒരുപാട് കാര്യത്തിന് പറ്റുന്ന ഒരു മാജിക് ടവലാണ്. ഇതിനൊക്കെ തുച്ഛമായ വിലയുള്ളൂ. എന്തായാലും നമ്മളിതൊന്ന് വീട്ടിക്ക് വാങ്ങൽ നിർബന്ധമാണ്. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഞാനൊക്കെ ഈ നനച്ചുള്ളിൻ്റെ ടൈമിലൊക്കെയാണ് ഒരുവിധം ഗ്ലാസ്സുകളൊക്കെ കഴുകൽ. പറക്കോളിൻ്റെ ഗ്ലാസ്സുകളൊക്കെ, ജനലിൻ്റെ ഗ്ലാസ്സുകളൊക്കെ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് കഴുകി കഴിഞ്ഞാൽ പിന്നെ കാണാം അവിടെയൊക്കെ ഒരുമാതിരി ഒരു പുകട്ട് മൂടിയ പോലെ ഒരുമാതിരി ഒരു വര വരുന്നത്. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ് ആണ് കാരണം. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓല് അയച്ചു തരും കേട്ടോ. കണ്ടില്ലേ ഇത് ഈ ഒരു ക്ലാസ്സൊക്കെയാണ് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവണത്. ഈ ഞാൻ എപ്പോഴും പറയലുണ്ട് ഈ ഒരു ഷോക്കേസിന് ഈ ഒരു ഗ്ലാസ് ഒന്നും വെക്കണ്ടില്ലേ ഇനി, ഇത് വെച്ചതുകൊണ്ട് ഇപ്പം എന്താ നമ്മൾ തൊടുന്നതും നമ്മളെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ കൈകൊണ്ട് നീക്കുമ്പോൾ അവിടെയൊക്കെ പാട് വീഴുക, നമ്മളത് തുടച്ചാലാണെങ്കിൽ ഒരു പുകട്ടൂടൽ വരികയും ചെയ്യാം. പക്ഷെ ഇത് കിട്ടിയതിൻ്റെ ശേഷം എനിക്ക് നല്ലൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഉണങ്ങിയാൽ പിന്നെ ഇതുപോലെ ആവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ദാ ഈ ഒരു ചീപ്പ്. ഇത് പലതിനും ഉപയോഗിക്കലുണ്ട്. ഞാനിപ്പോൾ ഇത് വാങ്ങിയത് എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് ഓല് വേഗം മുടിയൊക്കെ വാരുമ്പോൾ ഒരുവിധം ജട പിടിച്ചതൊക്കെ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. പോരാത്തിന് ആ ഒരു മുടി ഉണ്ടല്ലോ, കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ വാർന്നിട്ട് ആ ഡൈനിങ് ഹാളിലെ ടേബിൾ മേലൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്കത് ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ അതൊരു വെറുപ്പ് പോലെ എന്തായാലും അത് വേഗം ഒന്നും നീക്കൂല, കാരണം അതിങ്ങനെ പറിച്ചെടുക്കണ്ടേ. പക്ഷെ ഇതുപോലുള്ളൊരിത് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഈ ഒരു പിടുത്തം പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്യുമ്പോൾ എല്ലാ മുടികളും ഈ ഒരു കൊമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് ആ മുടികളൊക്കെ പുറത്തേക്ക് വന്ന് അങ്ങനെ നീക്കിയെടുക്കാനുള്ളൂ. അപ്പം മക്കളത് വേഗം ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, പൂച്ച, പട്ടി അങ്ങനെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ അവരുടെ രോമൊക്കെ ഒന്ന് വാർന്നു കൊടുത്തിട്ട് ആ രോമെല്ലാം നമ്മൾ സാധാരണ ചീപ്പിന്ന് എടുക്കണ പോലെയല്ല, അത് പെട്ടെന്ന് അതൊന്ന് ഉള്ളിലേക്ക് എല്ലാതും കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് പുറത്തുനിന്ന് വേഗം തട്ടിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വാങ്ങണത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളെ കുട്ടികൾ നമ്മൾ സ്കൂളൊക്കെ വിട്ടുന്ന രാത്രിയിലൊക്കെ നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഓല് ഒരുപാട് അവരുടെ പെൻസില്, പേന അങ്ങനത്തെ ഒക്കെ പഠിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ അത് എടുത്തേക്കൂല, പിന്നെ എടുത്ത് വെച്ചാൽ തന്നെ ഓലെ ബുക്കിൻ്റെ കൂടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇത് ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇത് എന്താണ് ആ ഒരു സ്റ്റിക്കർ പറിച്ചിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുട്ടികളുടെ ആ ഒരു സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ബാത്റൂമിൽ ഉപയോഗിക്കാം കേട്ടോ. ബാത്റൂമിൽ വെച്ചാൽ നമ്മളെ ബ്രഷുകൾ, പേസ്റ്റ് ഒക്കെ അതിലിട്ട് വെക്കാം. ചെറിയ അടിയിൽ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബ്രഷത്തെ വെള്ളം ഒഴുകി പോകാനൊക്കെ പറ്റും. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതും. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ അയച്ചു തരും. പിന്നെ ഇതിനൊരു ലോക്കൊക്കെ ഉള്ള ഒരു ബോക്സാണ് കേട്ടോ. ഇതിൽ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പൗച്ചൊക്കെ വാങ്ങി കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു പൗച്ചിന് പകരമൊക്കെ നല്ലൊരിതാണ്. നമ്മൾ പൗച്ച് വാങ്ങുമ്പോൾ ഒരു 30-50 രൂപയൊക്കെ പൗച്ചിനാവും. അങ്ങനെ പൗച്ചിന് നമ്മൾ വാങ്ങിയിട്ട് ഒന്ന് രണ്ട് വട്ടം ഓല് സ്കൂളിൽ കൊണ്ടുപോയി പിന്നെ ഓല് വരുന്ന അങ്ങനെ അതിൻ്റെ ആ ഒരു ഷിബൊക്കെ പോയി അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ റിതുവിന് തന്നെ ഇതാ ഓക്ക് ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൗച്ചൊക്കെ നിർബന്ധമാണ്. അപ്പോൾ പൗച്ചൊക്കെ ഇപ്പോഴും വാങ്ങിയാണ്. അതിൻ്റെ ശേഷമാണ് ഞാനിത് കാണുന്ന വീഡിയോയിൽ. അന്നേരം തന്നെ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടത്. ഇതാണ് ഓക്ക് വാങ്ങിയ പൗച്ച് ഇതാ. ഞാൻ ഇപ്പോൾ ഒരു നൂല് വലിച്ചില്ല, അത് 2-3 വട്ടം ഈ ഒരു എന്താണ് ഷിബ് വലിക്കുമ്പോഴേക്കും ആ ഒരു നൂലൊക്കെ വലിഞ്ഞ് നൂല് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ഷിബ് കേടുന്ന് വീണ്ടും പൗച്ച്. അപ്പോൾ ഇതാകുമ്പോൾ എന്താ പറയുക, ഒന്നും സംഭവിക്കില്ല. അതാ നല്ല സുഖമാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ കുട്ടികൾക്ക് ഇതിൽ കൊള്ളുകയും ചെയ്യും. ഇപ്പോൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ 1 വർഷമല്ല 2 വർഷം കഴിഞ്ഞാൽ ഇത് അതുപോലെ ഉണ്ടാവും. നല്ലൊരു ലോക്കൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതൊന്ന് വാങ്ങിയാൽ ഒരുപാട് ഉപകാരമാവും. അപ്പോൾ ഇതും നിങ്ങൾ ചോദിച്ചാൽ കിട്ടും കേട്ടോ. കുറഞ്ഞ വിലയുള്ളൂ. ഞാൻ ഈ വാങ്ങിയ സാധനം എല്ലാം കൂടെ നിങ്ങൾ അവരോട് വാട്സപ്പ് ചെയ്ത് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് അവർ പറഞ്ഞു തരും. ഓരോന്നിൻ്റെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾ അന്തം വിട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വാങ്ങട്ടോ.